കൊല്ലത്ത് നിന്ന് പൊരുതി വന്ന ഉണ്ണികൃഷ്ണനോട് എനിക്ക് ഉപദേശിക്കാനൊന്നുമില്ല. വിജയിച്ചു വരട്ടെ. കേരളത്തിലെ UDFിൻ്റെ ചരിത്രത്തിലും കോൺഗ്രസ് ചരിത്രത്തിലും ഇത്രയേറെ വനിതാ സാമാജികന്മാർ അസംബ്ലിയിലേക്ക് ജയിച്ചു വന്നിട്ടില്ല. അതാണ് ഇത്തവണത്തെ ഇലക്ഷൻ്റെ പ്രത്യേകത. വർഷങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്ന കൊല്ലം നിയോജകമണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് അതിൽ പ്രധാനപ്പെട്ട പങ്ക് ഉണ്ണികൃഷ്ണയ്ക്കാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടെ ഇരുന്ന് ജനങ്ങളുടെ കൂടെ നിൽക്കുകയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ അപവാദ പ്രചാരങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പൊരുതിയാണ് ഇന്ന് അവിടെ എത്തിയത്. ഇന്നലെ വരെ കേരളത്തിലെ കോൺഗ്രസിലെ വനിതാ ശാക്തീകരണത്തിൻ്റെ നേതാവായിരുന്നു ഉണ്ണികൃഷ്ണൻ. ഇനി മുതൽ മന്ത്രിയായതിനു ശേഷം കേരളത്തിലെ വനിതാ ശാക്തീകരണത്തിൻ്റെ നേതാവായിട്ട് പറഞ്ഞു. കാരണം പഴയ കാലമല്ല, സ്ത്രീകളിൽ നിന്ന് അടുക്കളയിൽ നിന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. സുപ്രീം കോടതിയിലെ ഏറ്റവും ഒടുവിലത്തെ വിധി അടുക്കള നോക്കാനുള്ള ഭാര്യയായി ഇനി ആരും കല്യാണം കഴിക്കേണ്ടതാണ്. അപ്പോൾ തുല്യ പങ്കാളിത്തം, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാലമാണ്. സുപ്രീം കോടതി പോലും അംഗീകരിച്ച കാലമാണ്. അപ്പോൾ കേരളത്തിലെ സ്ത്രീകളെ, വനിതകളെ, പെൺകുട്ടികളെ അവർക്ക് കൂടുതൽ ശക്തി, തുല്യത നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രീതിയോ അതുപോലെ തന്നെ ഭയമില്ലാതെ ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു പോരാളിയായി തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്ത്രീകൾക്കെതിരായിട്ട് വരുന്ന ഏത് പ്രശ്നങ്ങളിലും രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അപ്പുറത്തേക്ക് ആരും നോക്കാതെ, ഏത് പാർട്ടിക്കാർ, മിത്രങ്ങളോ ശത്രുക്കളോ നോക്കാതെ അവർക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന നിർഭയയായ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു പോരാളിയായിട്ട് ശ്രീ ഉണ്ണികൃഷ്ണയുടെ ക്യാബിനറ്റിലെ വരവ് കേരളത്തിലെ സ്ത്രീകൾക്കാകെ പുതിയൊരു സംരക്ഷണ ബോധവും അവകാശബോധവും ഉണ്ടാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ണികൃഷ്ണയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഉണ്ണികൃഷ്ണൻ KSUക്കളുടെ